ഹലോ എവറി വൺ, സൊല്യൂഷൻസ് ആണ്. നമ്മുടെ ഫിസിക്സ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ഏറ്റവും ടോപ്പ് 16 ഡെറിവേഷൻസ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ആ 16 ഡെറിവേഷൻസിൽ നിന്നാണ് നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദിക്കുകയുള്ളൂ. ആ 16 ഡെറിവേഷൻസാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേഷൻസിൽ കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് ഡെറിവേഷൻ വെലോസിറ്റി ടൈം റിലേഷൻ. നമ്മൾ v²v+at അത് തെളിയിക്കുകയാണ്. രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ. മൂന്നാമത്തെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ. അത്രയേ ഉള്ളൂ. ലോസ് ഓഫ് മോഷൻസ് പഠിക്കാനും. അടുത്ത മോഷൻ ഇൻ പ്ലെയിനാണ്. മോഷൻ ഇൻ പ്ലെയിനിൽ പാരലോഗ്രാം വെക്ടർ അഡീഷൻ ഉണ്ടല്ലോ, അതിൽ അത് എങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കാനുണ്ട്. പിന്നെ പ്രൊജക്റ്റൈൽ മോഷനിലെ 3 ടൈം ഓഫ് ലൈറ്റ് ഉണ്ട്, എക്സ്പ്രഷൻ ഫോർ റേഞ്ച് ഉണ്ട്, മാക്സിമം ഹൈറ്റ്, എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ആ 3 ഇക്വേഷൻ. പിന്നെ സെൻട്രിപിറ്റൽ ആക്സിലറേഷനും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടത്. അടുത്തത് പിന്നെ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ സ്പീഡ് ആൻഡ് ലീനിയർ സ്പീഡ്, പാർട്ടിക്കിൾ യൂണിഫോം, സർക്കുലർ മോഷൻ, അതും പഠിച്ചിരിക്കുക. ഒമേഗ = v/r. അടുത്ത ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷനിൽ നമ്മുടെ F = ma എന്നുള്ള ഇക്വേഷന് അത് തെളിയിക്കാനുള്ളത്, അത് പഠിച്ചിരിക്കുക. പിന്നെ നമ്മുടെ ലെവൽ റോഡ്, മോഷൻ ഇൻ എ കാർ ലെവൽ റോഡ്, ഇതാണ് ഇപ്രാവശ്യത്തെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2025 ഷുവറായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലെവൽ റോഡിലത് അവിടെ അതാണുള്ളൂ. പിന്നെ ഇവിടെ ബാങ്ക്ഡ് റോഡിൻ്റെ ഉണ്ടത്, പക്ഷേ അത് നമ്മൾ പ്രഡിക്ഷനിൽ ഉൾപ്പെടുത്തുന്നത് കാരണം നമ്മൾ മോഡലിന് ചോദിച്ചതാണ്. അടുത്തത് വർക്ക് എനർജി തിയറാണ്. അവിടെ ചോദിക്കാനുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫ്രം ഫ്രീലി ഫാളിങ് ബോഡി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് പഠിക്കുക. നമുക്കിതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു ഗ്രാഫുണ്ട്, അതൊന്ന് നോക്കിട്ടോ. അടുത്തത് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം, അത് നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, പക്ഷേ പ്രശ്നം ചോദിക്കൊന്നും വലിയ ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല. യൂണിവേഴ്സൽ ഗ്രാവിറ്റി. പിന്നെ അടുത്ത ഗ്രാവിറ്റേഷനിൽ നിന്ന് വേരിയേഷൻ h ഹൈറ്റിലും ഡെപ്തിലുള്ള 2 ഡെറിവേഷൻസ് ഉണ്ട്. ഡെപ്തിലുള്ളത് ഇതാണ്, ഹൈറ്റിലുള്ളത് g = 1 - 2h/r, അതൊന്ന് പഠിക്കാം. പിന്നെ എസ്കേപ്പ് വെലോസിറ്റിൻ്റെത് കാണാൻ. പിന്നെ സാറ്റിലെ ഓർബിറ്റൽ വെലോസിറ്റി കാണാം. പിന്നെ അതിൻ്റെ റിലേഷൻസ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടി സോളിഡ്സിൽ നിന്ന് അതൊന്നും ചോദിക്കാനില്ല. പിന്നെ ബെർണോളിസ് പ്രിൻസിപ്പിളാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പക്ക ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതെങ്ങനെ വന്നു എന്നുള്ളതുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ബബിളിൻ്റെ കേസിലുള്ളത്, ഒരു ഡ്രോപ്പ് ബബിളിൻ്റെ കേസിലുള്ളത് പഠിച്ചു പോവുക ഒന്ന്. പിന്നെ പഠിക്കാൻ നിർബന്ധമായി കാപ്പിലറി റേസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. h = 2 cos θ a ρg, അത് ഡെറിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അത്രയുള്ള ചാപ്റ്ററിൽ നിന്ന്. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലോട്ട് വരുമ്പോൾ അവിടെ നിന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് തെർമോഡൈനാമിക്സിൽ അവിടെയൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഉള്ളതാണ് നമ്മൾ കൈനറ്റിക് തിയറിൻ്റെ ഗ്യാസ് മോളിക്യൂളിൻ്റെത്, അത് ഒന്ന് പഠിച്ചു പോകുന്നതും കൂടി. പിന്നെ ഓസിലേഷനിൽ സിമ്പിൾ പെൻഡുലം നിർബന്ധമായി പഠിക്കുക. എൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. പിന്നെ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ചോദിക്കും, അതെങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് വേവാണ്. വേവിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ പ്രോഗ്രസീവ് വേവ്, അതൊന്ന് നോക്കിയിട്ട് പോവാം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നാളത്തെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് കാണാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മോഡ് ഓഫ് വൈബ്രേഷൻ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ബോത്ത് എൻഡ്സ് ക്ലാമ്പഡ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ
മോഡ് ഓഫ് വൈബ്രേഷൻ എയർ കോളം ക്ലോസ്ഡ് പൈപ്പ്. അപ്പോൾ അതൊന്നും നോക്കുക. ഓക്കെ, താങ്ക് യു.